നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പർപ്പിൾ കളർ ബോക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിനുള്ളിൽ എന്താണ് ഉള്ളതെന്നും എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്നും നിങ്ങൾക്കറിയാമോ? ഒരു BTS ആർമി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. 2020 സെപ്റ്റംബർ 19 സൗത്ത് കൊറിയയിലെ ആദ്യത്തെ നാഷണൽ യൂത്ത് ഡേ നടക്കുന്നത്. അന്നത്തെ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ-ഇൻ പങ്കെടുത്ത ആ ചടങ്ങിൽ വെച്ചാണ് BTS ഈ സ്പെഷ്യൽ ടൈം ക്യാപ്സൂൾ ബ്ലൂ ഹൗസിന് കൈമാറുന്നത്. ഇനി ഈ ബ്ലൂ ഹൗസ് എന്താന്ന് വെച്ചാ സൗത്ത് കൊറിയൻ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ റെസിഡൻസും ഓഫീസുമാണ് ബ്ലൂ ഹൗസ്. കൊറിയൻ ഭാഷയിൽ ഇതിനെ ചോങ്വോങ്ഡേ എന്നാണ് വിളിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നീല നിറത്തിലുള്ള ഓടുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ബ്ലൂ ഹൗസ് എന്ന പേര് വന്നിരിക്കുന്നത്. ഈ സ്ഥലത്ത് വെച്ചാണ് BTS അവരുടെ ഒഫീഷ്യൽ ലോഗോ പതിപ്പിച്ച പർപ്പിൾ കളർ ബോക്സിനുള്ളിലെ ആ സ്പെഷ്യൽ ടൈം ക്യാപ്സൂൾ അന്നത്തെ പ്രസിഡന്റിന് കൈമാറിയത്. BTS അവരുടെ കരിയറിൽ നേടിയെടുത്ത മ്യൂസിക് അച്ചീവ്മെന്റ്സ്, ലൈഫ് ജേണിയിലെ പ്രധാനപ്പെട്ട മെമ്മറീസ്, ഭാവി തലമുറയ്ക്കുള്ള മെസ്സേജുകൾ, ആർമികളോടുള്ള നന്ദി എന്നിവയൊക്കെയാകാം ആ പെട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുക. നിലവിൽ സോൾ നഗരത്തിലെ നാഷണൽ മ്യൂസിയം ഓഫ് കൊറിയൻ കണ്ടംപററി ഹിസ്റ്ററിയിലാണ് ഇത് വളരെ സേഫായി സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റും കുറച്ച് രസകരവുമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാ ഈ ടൈം ക്യാപ്സൂൾ ഉടനെ ഒന്നും തുറക്കില്ല. 19 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2039 20ാമത് യൂത്ത് ഡേയിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യുകയുള്ളൂ. സൗത്ത് കൊറിയൻ നിയമപ്രകാരം ഒരാൾ ലീഗലി അഡൾട്ട് ആകുന്നത് 19 വയസ്സിലാണ്. അങ്ങനെ നോക്കുമ്പോ 2020 ജനിച്ച ഒരു കുട്ടി 2039 മുതിർന്ന ഒരാളായി മാറുമ്പോൾ അവർക്കായി നൽകുന്ന ഒരു വാല്യുബിൾ ഗിഫ്റ്റ് ആയിട്ടാണ് ഇവരിതിനെ കാണുന്നത്. BTS ഈ ക്യാപ്സൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവരനുഭവിച്ച സ്ട്രഗിൾസും അവർ നേടിയ വിജയങ്ങളുമെല്ലാം ഭാവി തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാനും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ മുന്നോട്ടു പോകാനുള്ള ധൈര്യം പകരുന്ന വാക്കുകളോ മെസ്സേജുകളോ ആയിരിക്കാനാണ് സാധ്യത. അതെന്തു തന്നെ ആയാലും ആ വലിയ രഹസ്യം പുറത്തു വരുന്ന 2039 വരെ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. ഇനി 2039 ഈ ടൈം ക്യാപ്സൂൾ തുറക്കുന്നതോടുകൂടി BTS എന്ന ബാൻഡ് പൂർണ്ണമായും പിരിഞ്ഞു പോകുമോ എന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്യാപ്സൂൾ ബാൻഡിന്റെ ഡിസ്ബാൻഡിന് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് BTSന്റെ സംഗീതയാത്രയുടെയും ആർമിയുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെയും പ്രതീകമായി ഭാവി തലമുറയ്ക്കായി കാത്തുവച്ചൊരു നിധിയാണ്. 2039 ആകുമ്പോഴേക്കും മെമ്പേഴ്സിന് ഏകദേശം 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകും. അതുകൊണ്ട് തന്നെ പഴയ പോലെ വേൾഡ് ടൂറുകളിലോ ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലോ പോലും ഉണ്ടാകണമെന്നില്ല. മേ ബി അവര് സോളോ പ്രോജക്റ്റുകളിലോ പ്രൊഡക്ഷനിലോ ബിസിനസ്സിലോ ഒക്കെ ശ്രദ്ധേയരായെന്നും വരാം. എങ്കിലും BTS എന്ന പേരും അവരുടെ പരസ്പരമുള്ള ബന്ധവും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം 2039 ഒരു ക്യാപ്സൂൾ നൽകിയതിൽ തന്നെ അവരുടെ ഭാവിയിലേക്കുള്ള വലിയൊരു ദൂരക്കാഴ്ചയുണ്ട്. ആ സമയത്തും ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും, ഞങ്ങളുടെ ലെഗസി തുടരും എന്ന വലിയൊരു ആത്മവിശ്വാസമാണ് അവരിതിലൂടെ പങ്കുവയ്ക്കുന്നത്.